വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവചരിത്രം. ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ സ്വർഗപ്രവേശനത്തിന് 31 വർഷം പൂർത്തിയാകുന്നു. കണ്ണിൽ കനിവും കരളിൽ കനലും കാലുകളിൽ അഗ്നിച്ചിറകുകളുമായി പ്രേക്ഷിത ഭൂമിയിൽ ജീവിച്ച സിസ്റ്റർ റാണി മരിയ ഭാരത കത്തോലിക്ക വിശ്വാസികൾക്കെന്നും ഒരാവേശമാണ്. ദൈവകാരുണ്യത്തിൻ്റെ കനിവ് കണ്ണുകളിൽ നിറച്ച, ഈശോയോടുള്ള ദിവ്യസ്നേഹത്തിൻ്റെ കനൽ കരളിൽ സൂക്ഷിച്ച, പരിശുദ്ധാത്മാവിൻ്റെ തീഷ്ണത കാലുകളിൽ അഗ്നിച്ചിറകായി ആവാഹിച്ച സിസ്റ്റർ റാണി മരിയ മഴയായാലും വെയിലായാലും എല്ലാ ദിവസവും രാവിലെ ഗ്രാമങ്ങളിലേക്ക് ഓടുമായിരുന്നു, ദൈവസ്നേഹത്തിൻ്റെ തൂമന്ദഹാസവുമായി. അവൾ ധൈര്യശാലിയായിരുന്നതിനാൽ ഒരു ഭീഷണികൾക്കും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ സ്നേഹശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനായിരുന്നു. 1995 ഫെബ്രുവരി മാസത്തിലെ ഒരു ശനിയാഴ്ച അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി. വട്ടാലിൽ കുടുംബത്തിൻ്റെ അരുമ സന്താനം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി വട്ടാലിൽ പൈലി ഏലീശോ ദമ്പതിമാരുടെ 7 മക്കളിൽ രണ്ടാമത്തെ പുത്രിയായി സിസ്റ്റർ റാണി മരിയ 1954 ജനുവരി 29 ജനിച്ചു. സ്റ്റീഫൻ, ആനി, വർഗീസ്, ത്രേസ്യാമ്മ, സെലിൻ, പിന്നീട് സിസ്റ്റർ സെൽമി പോള്, ലൂസി എന്നിവരായിരുന്നു അവളുടെ സഹോദരങ്ങൾ. റാണി മരിയയുടെ മാതാപിതാക്കൾ ദൈവഭയമുള്ളവരായിരുന്നു. അവർ തങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൻ്റെ പാതയിൽ വളർത്തുന്നതിൽ ദത്തശ്രദ്ധരായിരുന്നു. അവളുടെ സഹോദരൻ സ്റ്റീഫൻ മേരിക്കുഞ്ഞിനെപ്പറ്റി ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അവൾ കുറച്ചു മാത്രം സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. ബാഹ്യരൂപത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എപ്പോഴും ആരെയെങ്കിലുമൊക്കെ സഹായിക്കുകയായിരുന്നു അവളുടെ ഇഷ്ടവിനോദം. മേരിക്കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ എലീശോയ്ക്ക് 100 നാവായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് അവൾ ചെറുപ്പം മുതലേ വ്യത്യസ്തയും അസാധാരണമായ അനുസരണയും അവൾ ചെറുപ്പം മുതലേ പ്രദർശിപ്പിച്ചിരുന്നു. അഗാധമായ പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും അന്തരീക്ഷത്തിൽ വളർന്ന മേരിക്കുഞ്ഞ് വയലുകളിലും വീട്ടുജോലികളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി മാതാപിതാക്കളെ സഹായിച്ചിരുന്നു. SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ റാണി മരിയയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നു. മേരിക്കുഞ്ഞിനെക്കുറിച്ച് അവളുടെ മാതാപിതാക്കൾക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. തൻ്റെ പഠനത്തിൻ്റെ അവസാന കാലത്ത് സമർപ്പിത ജീവിതം സ്വീകരിക്കാനുള്ള ദൈവത്തിൻ്റെ വിളി അവൾ തിരിച്ചറിഞ്ഞു. അടുത്തുള്ള കോൺവെൻറ്റിലേക്കുള്ള അവളുടെ പതിവ് സന്ദർശനങ്ങളും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കന്യാസ്ത്രീകളുമായുള്ള പരിചയവും അവളെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ പ്രവേശിക്കാൻ പ്രേരിപ്പിച്ചു. മകളെ സമർപ്പിത ജീവിതത്തിനായി വിട്ടു നൽകാൻ മാതാപിതാക്കൾക്ക് ആദ്യം വൈമനസ്യമുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകണമെന്ന് റാണി മരിയയുടെ വല്യമ്മ അവരെ നിർബന്ധിച്ചിരുന്നു. അങ്ങനെ വട്ടാലിൽ കുടുംബത്തിലെ മേരിക്കുഞ്ഞ് 1971 ജൂലൈ മാസം 3 കിടങ്ങൂരിലെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ ബന്ധുവായ സോണി മരിയയ്ക്കൊപ്പം പ്രവേശിച്ചു. 1972 നവംബർ 1 മേരിക്കുഞ്ഞും 17 കൂട്ടുകാരികളും പോസ്റ്റുലൻസിയിൽ പ്രവേശിച്ചു. 6 മാസം കൊണ്ട് ആ പരിശീലനകാലം പൂർത്തിയാക്കി. 1974 മെയ് 1 മേരിക്കുഞ്ഞും കൂട്ടരും അങ്കമാലി പള്ളിയിൽ വെച്ച് മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ആ സുദിനത്തിൽ മേരിക്കുഞ്ഞ് റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് ഈശോയുടെ സ്വന്തമായി മാറി. പ്രേക്ഷിത വയലുകൾ തേടി. വടക്കേ ഇന്ത്യയിൽ അക്കാലത്ത് സമ്പന്നരായ ഭൂവുടമകൾ ദരിദ്രരും നിരക്ഷരരുമായ ജനങ്ങളെ വർഷങ്ങളായി ചൂഷണം ചെയ്യുമായിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ഭൂവുടമകളുടെ ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്തിരുന്നു. നവസന്യാസകാലത്ത് മിഷൻ ജീവിതത്തെപ്പറ്റി താനറിഞ്ഞ കേട്ടറിവ് അനുഭവിക്കാൻ റാണി മരിയ സ്വയം ഒരുങ്ങുകയായിരുന്നു. നവസന്യാസകാലത്ത് മിഷൻ ജീവിതത്തെപ്പറ്റി താനറിഞ്ഞ കേട്ടറിവ് അനുഭവിക്കാൻ റാണി മരിയ സ്വയം ഒരുങ്ങുകയായിരുന്നു. ഉത്തരേന്ത്യയിലെ നിരക്ഷരരും അജ്ഞരുമായ ദശലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഈശോയുടെ സുവിശേഷം പ്രചരിപ്പിക്കേണ്ടതിൻ്റെ അടിയന്തരമായ ആവശ്യകത ബോധ്യപ്പെട്ട റാണി മരിയ മിഷൻ തീഷ്ണതയാൽ ജ്വലിച്ച് പലപ്പോഴും എനിക്കും വടക്കേ ഇന്ത്യയിൽ പോയി പാവങ്ങളെ സേവിക്കുകയും അവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യണമെന്ന ആഗ്രഹം തുറന്നു പറയുമായിരുന്നു. ഗ്രാമങ്ങളുടെയും കുടിലുകളുടെയും കന്യാസ്ത്രീ. വിവിധ മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും നിറഞ്ഞ നാടാണല്ലോ ഭാരതം. ഒരു മിഷണറി എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തനത്തിലെ കൂടുതൽ കാര്യക്ഷമതയ്ക്കായി ഉത്തരേന്ത്യൻ ഭാഷയിൽ പ്രാവീണ്യം നേടണമെന്ന് റാണി മരിയ തീരുമാനിച്ചു.
1975 ജൂലൈ മാസം മുതൽ പാട്നയിലെ സിസ്റ്റേഴ്സ് ഓഫ് നോട്ടർഡാമിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ താമസിച്ച് ഭാഷ പഠിച്ച സിസ്റ്റർ റാണി 1975 ഡിസംബർ 24 ഉത്തരേന്ത്യയിലെ ബിജ്നോറിലെ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലെത്തി. അങ്ങനെ ബിജ്നോർ സിസ്റ്റർ റാണി മരിയയുടെ മിഷണറി ജീവിതത്തിൻ്റെ പിള്ളത്തൊട്ടിലായി. ഞാൻ മിഷണറിയായി ജനിച്ചതും വളർന്നതും ബിജ്നോറിലായിരുന്നു എന്ന് സിസ്റ്റർ റാണി മരിയ പറയുമായിരുന്നു. 1976 സെപ്റ്റംബർ 8 മുതൽ 1978 ഓഗസ്റ്റ് 7 വരെ സിസ്റ്റർ റാണി മരിയ ബിജ്നോറിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ അധ്യാപന സമയത്തിന് ശേഷം സാമൂഹിക ശുശ്രൂഷയിലും അവൾ സ്വയം വ്യാപൃതയായി. അതിലൂടെ എല്ലാ കുട്ടികളിലേക്കും ഉൾഗ്രാമങ്ങളിലേക്കും കുടിലുകളിലേക്കും രോഗികളിലേക്കും അവൾ എത്തിച്ചേർന്നു. വിദ്യാഭ്യാസം ആളുകളെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സിസ്റ്റർ ബിഷപ്പിൻ്റെ അംഗീകാരത്തോടെ ഗ്രാമങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൾ ഗ്രാമങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത അവരുടെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തി. ഈശോനാമം ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന. തുടക്കത്തിൽ മരങ്ങളുടെ ചുവടായിരുന്നു ക്ലാസ് മുറികൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റാൻ സിസ്റ്റർ റാണിക്ക് കഴിഞ്ഞു. അവർ സ്കൂൾ ആരംഭിക്കുമ്പോൾ 20 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നവിടെ 1000-ലധികം കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്കൂളില്ലായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയും നിരക്ഷരരായി തുടരുകയും ചെയ്യുമായിരുന്നു. അവളുടെ ജോലി സമയങ്ങളിൽ അവൾ ആവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് ഈശോനാമ ജപമായിരുന്നു. അവസാന ശ്വാസം വരെ അവൾ ഈ ശീലം പാലിച്ചു. ഉദയനഗറിലെ മിഷണറി. 1980 മെയ് 22 അങ്കമാലി സെൻറ്റ് ഹോർമിസ് പള്ളിയിൽ വെച്ചാണ് സിസ്റ്റർ റാണി മരിയ തൻ്റെ നിത്യവ്രതാനുഷ്ഠാനം നടത്തിയത്. 1983 ജൂലൈ 21 ഒടകാടിയിലേക്ക് സ്ഥലം മാറ്റമായി. ജൂലൈ 25 അവിടെ എത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ബിജ്നോറിൽ പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചതുപോലെ ഒടകാടിയിലും അവൾ തൻ്റെ പ്രവർത്തനം തുടർന്നു. 1985 ജൂൺ 1 മുതൽ 31 ജൂലൈ വരെ ആലുവയിൽ നിശബ്ദതയിലും ഏകാന്തതയിലും പ്രാർത്ഥനയിൽ ചിലവഴിച്ച സിസ്റ്റർ റാണി മരിയ 1989 മെയ് 30 മുതൽ 1992 മെയ് 15 വരെ ഒടകാടി സമൂഹത്തിൻ്റെ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ചു. ഈ സമയത്താണ് മധ്യപ്രദേശിലെ റീവ സർവകലാശാലയിൽ നിന്ന് സിസ്റ്റർ റാണി മരിയ സോഷ്യോളജിയിൽ ബിരുദം നേടിയത്. 1992 മെയ് 15 ഉദയനഗറിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. അവഗണിക്കപ്പെട്ടവരുടെ സമർപ്പിത. വർഷങ്ങൾക്ക് മുമ്പ് റാണി മരിയ മിഷനിൽ ആദ്യമായി വന്നപ്പോൾ തുടങ്ങി ഗ്രാമത്തിൽ അലഞ്ഞുതിരിഞ്ഞ പുരുഷന്മാരോട് മദ്യപാനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. 1992 സിസ്റ്റർ റാണി മരിയ ഉദയനഗർ മിഷനിൽ ഉൾപ്പെട്ട കാലാബാനി എന്ന ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമം സന്ദർശിച്ച ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് സിസ്റ്റർ റാണി മരിയ. കാലാബാനിയിലെത്തിയ സിസ്റ്റർ സോളങ്കി എന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. സോളങ്കിയും മറ്റു പുരുഷന്മാരും തങ്ങളുടെ സമയം വെറുതെ പാഴാക്കുന്നു എന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ അവരോട് ജോലി ചെയ്യാനും സമ്പാദിക്കാനും ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല, അതിനാൽ ഞങ്ങൾ കുടിക്കുകയോ കുപ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യുന്നു എന്നായിരുന്നു സോളങ്കിയുടെ മറുപടി. തോൽക്കാൻ മനസ്സില്ലാത്ത സിസ്റ്റർ റാണി മരിയ കാലാബാനിയിലും മറ്റ് ഗ്രാമങ്ങളിലും നിരന്തരം സന്ദർശിക്കാൻ തുടങ്ങി. സോളങ്കിയുടെ ഗ്രാമത്തിലെത്താൻ ചെളി നിറഞ്ഞ പാതകളിലൂടെ അവൾക്ക് ഏകദേശം 10 മൈൽ നടക്കേണ്ടി വന്നു. മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സിസ്റ്റർ പുരുഷന്മാരെ നിരന്തരം സമീപിച്ചു. അവർ റാണി മരിയയുടെ വാക്കുകൾ കേട്ടിരുന്നെങ്കിലും മദ്യപാനം ഉപേക്ഷിക്കാൻ അവർക്ക് നന്നേ ക്ലേശിക്കേണ്ടി വന്നു. അവൾ തൻ്റെ ശ്രമം തുടർന്നു. സിസ്റ്റർ റാണി മരിയയുടെ അപ്രതീക്ഷിത സന്ദർശനങ്ങൾ പുരുഷന്മാരെ ഞെട്ടിച്ചു. അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ക്രമേണ മദ്യപാനം ഉപേക്ഷിച്ചു. അവർ കൃഷിയിലും കന്നുകാലി വളർത്തലിലും മറ്റ് ലാഭകരമായ തൊഴിലുകളിലും സമയം ചെലവഴിക്കാൻ തുടങ്ങി. ധീരതയുടെ പര്യായം. റാണി മരിയ പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. ദരിദ്രരുടെ ഇടയിൽ തൻ്റെ കൈകളും ഹൃദയവുമാകാൻ അവൾ വിളിച്ച ദൈവത്തിൻ്റെ വിളിയോട് അവൾ പ്രതികരിച്ചു. ധീരയായ സ്ത്രീ റാണി മരിയ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും അധസ്ഥിതരുടെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. സിസ്റ്റർ റാണി സ്ത്രീകൾക്കായി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിച്ചത് പണമിടപാടുകാരുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചു. റാണി ആരംഭിച്ച സ്വാശ്രയ സംഘങ്ങൾ പണമിടപാടുകാരുടെ പിടിയിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിച്ചു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം.
സിസ്റ്റർ റാണി മരിയ അവിടെയുള്ള ഗോത്രങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഉദയനഗറിലെ വ്യാപാരികളും ഭൂവുടമകളും കൗശലത്തോടെ കളിച്ച കെണികളിൽ ഗോത്രവർഗ്ഗക്കാർ കബളിപ്പിക്കപ്പെടുന്നതായി അവൾ വേഗം മനസ്സിലാക്കി. തങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഗ്രാൻറ്റുകളെക്കുറിച്ച് പാവപ്പെട്ടവർ അറിഞ്ഞിരുന്നില്ല. സിസ്റ്റർ റാണി അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്കുണ്ടായ അനീതികളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കി. അങ്ങനെ ഉദയനഗറിലെ ഹൃദയമില്ലാത്ത ഭൂവുടമകളുടെ കീഴിലുള്ള അടിമത്തത്തിൽ നിന്ന് അവർ സ്വയം മോചിതരാകാൻ തുടങ്ങി. സിസ്റ്റർ റാണിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉദയനഗറിലെ ചതുപ്പ് നിലങ്ങൾ കൃഷിഭൂമികളായി രൂപാന്തരം പ്രാപിച്ചു. പുരുഷന്മാർ ചെറുകിട കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിവുള്ളവർക്ക് അവസരം നൽകി. ദുർബലരുടെ അഭയം. വർഷം തോറും കൃഷി ചെയ്യാൻ ജന്മിമാരിൽ നിന്ന് കടം വാങ്ങുകയും ആ തുക തിരിച്ചു നൽകുവാൻ കഴിയാതെ അവർ അടിമപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു സിസ്റ്റർ കർഷകർക്കിടയിൽ സേവനം ആരംഭിച്ചത്. വരുമാനത്തിൻ്റെ വിഹിതം ബാങ്കിൽ നിക്ഷേപിച്ച് കൃഷി ചെയ്യാനും വട്ടിപ്പലിശക്കാരുടെ മുന്നിൽ ജീവിതം പണയം വയ്ക്കാതിരിക്കുവാനും ഉദയനഗറിലെ കർഷകരെ സിസ്റ്റർ റാണി മരിയ പഠിപ്പിച്ചു. കർഷകരെ സ്വയം തൊഴിലിൽ പ്രാവീണ്യമുള്ളവരാക്കാനും സിസ്റ്റർ റാണി മരിയയ്ക്ക് സാധിച്ചു. ഒപ്പം വിദ്യാലയം സ്ഥാപിച്ച് പാവപ്പെട്ട കർഷകരുടെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകാനും സിസ്റ്റർ റാണി മരിയ ശ്രദ്ധിച്ചു. ജന്മിമാരിൽ നിന്ന് കടം വാങ്ങി കൃഷി ചെയ്തിരുന്ന കർഷകരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചതോടെ സിസ്റ്റർ റാണി മരിയ ജന്മിമാരുടെ നോട്ടപ്പുള്ളിയായി. ഉദയനഗറിൽ റാണി മരിയ കുറേ ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അനീതിക്കെതിരെ നിലകൊള്ളാൻ അവരെ പരിശീലിപ്പിച്ചു. സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങി പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാമെന്ന് അവൾ അവരെ പഠിപ്പിച്ചു. ഒരിക്കലൊരു ബാങ്ക് മാനേജർ സിസ്റ്റർ റാണി മരിയയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കർഷകർക്ക് വേണ്ടി സമരം ചെയ്യുന്നത്? കഴുത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന കുരിശ് കയ്യിൽ പിടിച്ച് റാണി മരിയ ഓഫീസറോട് താഴ്മയോടെ പറഞ്ഞു, സർ, ഞങ്ങൾ ഈ ജീവിത രീതി സ്വീകരിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് വീട്ടിൽ ഞങ്ങൾക്ക് ഉപജീവനമാർഗമില്ലാത്തതുകൊണ്ടോ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടോ അല്ല. നോക്കൂ, ദരിദ്രരിൽ ക്രിസ്തുവിനെ കണ്ട് അവനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ത്യാഗപൂർണമായ ഈ ജീവിത രീതി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ക്രമേണ അവളുടെ സൗമ്യമായ പെരുമാറ്റം ബാങ്ക് മാനേജറുടെ പ്രശംസ പിടിച്ചുപറ്റി. ഗ്രാമീണരെ സഹായിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുവാൻ സന്നദ്ധനായി. ജീവൻ കൊടുക്കേണ്ടി വന്ന ബലിയർപ്പണം. സിസ്റ്റർ റാണി മരിയയുടെ നേതൃത്വത്തിൽ ദരിദ്രർക്കും ഗോത്രവർഗ്ഗക്കാർക്കും ചെയ്തു കൊടുത്ത സഹായങ്ങൾ പണമിടപാടുകാരിലും ജന്മികളിലും സിസ്റ്റർ റാണി മരിയയോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. സിസ്റ്റർ റാണിയുടെ പ്രധാന എതിരാളികളിൽ ഒരാളായിരുന്നു ജീവൻ സിംഗ്. അയാൾ ഗ്രാമത്തിലെ ഒരു ഗുണ്ടാസംഘ തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 100-ലധികം കുറ്റവാളികൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തി ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ടു നേടിയെടുക്കുക അവരുടെ പതിവായിരുന്നു. പക്ഷേ 1994 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ പഴയതുപോലെ ആയിരുന്നില്ല. സിസ്റ്റർ റാണി മരിയ ഗ്രാമവാസികളിൽ നടത്തിയ ബോധവൽക്കരണം കാരണം ഗ്രാമവാസികളിൽ കുറച്ചുപേർ ജീവൻ സിംഗിനെ അനുസരിക്കാൻ തയ്യാറായില്ല. ക്ഷുഭിതനായ ജീവൻ സിംഗ് വ്യാജ പരാതി നൽകി ആ ഗ്രാമവാസികളെ ജയിലിലടച്ചു. സിസ്റ്റർ റാണി ഇടപെട്ട് അവരെ ജാമ്യത്തിൽ വിട്ടു. ഇത് വീണ്ടും ജീവൻ സിംഗിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും വീണ്ടും പ്രകോപിപ്പിച്ചു. സിസ്റ്ററുടെ പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട ജന്മിമാർ സിസ്റ്റർ റാണി മരിയയെ കൊലപ്പെടുത്തുവാൻ വാടക ഗുണ്ടയെ ഏർപ്പാടാക്കി. ബലിദിനം. 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ അന്ന് പ്രഭാതത്തിലെ തന്നെ ഉണർന്നു. രാവിലെ 7-ന് പോകുന്ന ബസ്സിൽ ഇൻഡോറിലെത്തണം. അവിടെ നിന്ന് ഭോപ്പാൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ, പിന്നെ കേരളത്തിൽ മാതാപിതാക്കളോടൊപ്പം. സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരാളുടെ സാക്ഷ്യത്തോട് ചേർത്ത് സിസ്റ്റർ ലിസ റോസ് വിവരിക്കുന്നു. സമയമായപ്പോൾ നീണ്ടു നിൽക്കുന്ന ഹോൺ മുഴക്കിക്കൊണ്ട് ബസ് മഠത്തിൻ്റെ പടിക്കലെത്തി. എല്ലാവരും യാത്ര പറഞ്ഞു. ഞാനും സിസ്റ്റർ റാണിയും കൂടി റോഡിൻ്റെ മറുഭാഗത്തേക്ക് നീങ്ങി. എൻ്റെ കയ്യിലിരുന്ന പെട്ടി ബസ്സിൻ്റെ പടിയിൽ വെച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് എൻ്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി ബസ്സിൻ്റെ മുൻവശത്തേക്ക് വെച്ചു. ബസ്സിൻ്റെ ബെല്ലടിച്ചു. ബസ് കുതിച്ചു. ബസ്സിൽ ഏകദേശം 50 യാത്രക്കാരുണ്ടായിരുന്നു. അവരിൽ 3 പുരുഷന്മാർ റാണി മരിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അതിൽ കയറിയതാണ്. സംഘത്തിൻ്റെ തലവനായ ജീവൻ സിംഗ് അവൻ്റെ അംഗരക്ഷകനായ ധർമ്മേന്ദ്രയ്ക്കൊപ്പം ബസ്സിൻ്റെ പിൻസീറ്റിൽ ഇരുന്നു. മൂന്നാമത്തെയാൾ സിസ്റ്റർ റാണി മരിയയ്ക്ക് സമീപം ഇരുന്ന സമന്തർ സിംഗ് ആയിരുന്നു. നീ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നത്? ഈ പാവപ്പെട്ട ആദിവാസികളെ ക്രിസ്ത്യാനികളാക്കാനാണോ? ഞങ്ങളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ്
ജീവൻ സിംഗ് അവളെ അപമാനിക്കാൻ തുടങ്ങി. ബസ് നാച്ചമ്പോർ മലയുടെ പ്രവേശന സ്ഥാനത്തെത്തിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്ന സമന്തർ സിംഗ് എന്നയാൾ ഡ്രൈവറുടെ അടുത്ത് ചെന്ന് ബസ് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഒരു തേങ്ങ കയ്യിലെടുത്ത് ധൃതിയിൽ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ അയാൾ അത് തൻ്റെ നെറ്റിയിൽ തൊടുവിച്ച ശേഷം വഴിയരികിലുള്ള ഒരു കല്ലിൽ എറിഞ്ഞുടച്ചു. തേങ്ങാ കഷ്ണങ്ങളുമായി തിരികെ ബസ്സിൽ കയറി അത് കത്തികൊണ്ട് മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. സിസ്റ്ററിന് മുമ്പിലും വന്ന് ഒരു കഷ്ണം വച്ചു നീട്ടിയിട്ട് കളിയാക്കുന്നതുപോലെ തിരിച്ചു വലിച്ചു. കൊടുത്തില്ല. ആഹ്ലാദ തിമർപ്പോടെയുള്ള അയാളുടെ പെരുമാറ്റം കണ്ട് സിസ്റ്റർ അയാളോട് ചോദിച്ചു, എന്താണിത്ര സന്തോഷം? ഇത് തന്നെ എന്ന് അയാൾ മറുപടി പറയുകയും വയറ്റിൽ കത്തികൊണ്ട് ആഞ്ഞു കുത്തുകയും ചെയ്തു. രക്തം വാർന്നൊഴുകി. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സിസ്റ്റർ വാവിട്ട് കരയുകയും കത്തിക്കു കയറി പിടിക്കുകയും ചെയ്തു. യാത്രക്കാർ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. സിസ്റ്റർ റാണി മരിയയെ 54 തവണയാണ് അക്രമി കുത്തിയത്. പ്രതിഫലേച്ഛ കൂടാതെ പാവപ്പെട്ടവർക്കായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ റാണി മരിയ ഈശോ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. അനുരഞ്ജന ദൗത്യം. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമന്തർ സിംഗിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും മറ്റു 2 പേരെ വിചാരണയ്ക്കിടെ വെറുതെ വിടുകയും ചെയ്തു. ഫാദർ സദാനന്ദ് എന്ന് വിളിക്കപ്പെടുന്ന സ്വാമിജി എന്ന CMI വൈദികൻ്റെ ഇടപെടലിലൂടെയാണ് കൊലപാതകിയുടെ അത്ഭുതകരമായ മാനസാന്തരം സാധ്യമായത്. റാണി മരിയ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അവർ കൊല്ലപ്പെട്ട സ്ഥലവും സന്ദർശിച്ച സ്വാമിയച്ഛൻ ഈ ക്രൂര കൊലപാതകത്തിന് പിന്നിലെ കുറ്റവാളികളെ കാണണമെന്ന് ചിന്തിച്ചു. സ്വാമിജിക്ക് കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഇടയിൽ അനുരഞ്ജനത്തിൻ്റെ സന്ദേശവുമായി ചെന്നുവെങ്കിലും സ്വാമിജിയെ അവർ സ്വീകരിച്ചില്ല. നിരാശയോടെ സ്വാമിജി നരംസിംഹപൂരിലെ ആശ്രമത്തിലേക്ക് മടങ്ങി. റാണി മരിയയുടെ കൊലപാതകത്തിന് 5 വർഷത്തിന് ശേഷം ഉദയനാറിലെ റാണി മരിയ ആശ്രമത്തിലെ ക്ലാരസഭയിലെ നവസന്യാസിനിമാർക്ക് ധ്യാനം നടത്തുവാൻ സ്വാമിജിയെ ക്ഷണിച്ചു. ആ സഹോദരിമാരിൽ പിടികൂടിയിരുന്ന ഭയത്തിൻ്റെ ആഴം അച്ഛന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതാണ് സ്വാമിജിയെ അനുരഞ്ജന ദൗത്യം വീണ്ടും തുടരുവാൻ പ്രേരിപ്പിച്ചത്. റാണി മരിയ ജോലി ചെയ്തിരുന്ന ഗ്രാമങ്ങളിലേക്ക് സ്വാമിജി താമസം മാറ്റി. അവളുടെ ദൗത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അവൾ ഒരു വിശുദ്ധയാണെന്ന് ഗ്രാമവാസികൾ മനസ്സിലാക്കിയതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. റാണി മരിയയോടുള്ള ആദരവ് ഭക്തിയിലേക്ക് വഴിമാറിയപ്പോൾ സ്വാമിജിക്ക് ഇതൊരു വഴിത്തിരിവായി. ആ ഗ്രാമവാസികളിലെല്ലാം ഒരു ഭയം അലയടിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. സ്വാമിജി ഇൻഡോർ ജയിലിലേക്ക് യാത്രയായി. ജന്മിമാർ അവരുടെ ഉദ്ദേശ്യം നിറവേറ്റിയതിന് ശേഷം ഉപേക്ഷിച്ചുപോയ കൊലപാതകിയായ സമന്തർ സിംഗുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. നരസിംഹപൂർ ജയിലിൽ സൂപ്രണ്ടായിരുന്ന സുഹൃത്തിൻ്റെ സഹായത്തോടെ സ്വാമിജിക്ക് സമന്തറിനെ കാണാൻ കഴിഞ്ഞു. ഒരാഴ്ചത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് സ്വാമിജി ഈ കൂടിക്കാഴ്ച നടത്തിയത്. സ്വാമിജി സമന്തറിനെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നിരാശ ആ മുഖത്തെ ആവരണം ചെയ്തിരുന്നു. സമന്തർ സിംഗിനോട് ക്ഷമിക്കുന്നു. സ്വാമിജി അവരോട് ക്ഷമിച്ചുവെന്നും താനൊരു ദൂതനായാണ് അവിടെ വന്നതെന്നും പറഞ്ഞു. അവർ ദീർഘനേരം സംസാരിച്ചു. സ്വാമിജി തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു ആശ്വാസകരമായ ശബ്ദം കേട്ടു, വീണ്ടും വരും. സ്വാമിജി വീണ്ടും സമന്തറിനെ സന്ദർശിക്കുകയും അവരുടെ ബന്ധം ദൃഢമാവുകയും ചെയ്തു. പ്രത്യേകിച്ചും 3ാമത്തെ സന്ദർശനത്തോടെ സ്വാമിജി സമന്തറിനെ ശാന്തനായി കണ്ടെത്തി. കണ്ണുനീർ തൂകി കൊലപാതകത്തിൻ്റെ മുഴുവൻ കഥയും അവൻ സ്വാമിജിയുമായി പങ്കുവച്ചു. തുടർന്ന് സമന്തർ സ്വാമിജിക്ക് തൻ്റെ ഗ്രാമഭാഷയിൽ 5 കത്തുകൾ എഴുതി തൻ്റെ മാനസാന്തരം വെളിപ്പെടുത്തി. രക്ഷാബന്ധൻ ദിനത്തിൽ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമിയെയും 2 കന്യാസ്ത്രീകളെയും സമന്തറിനെ ജയിലിൽ സന്ദർശിക്കാൻ സ്വാമിജി ക്ഷണിച്ചു. തുടരുന്ന ബന്ധത്തിൻ്റെ പ്രതീകമായി സിസ്റ്റർ സെൽമി സമന്തർ സിംഗിൻ്റെ കൈത്തണ്ടയിൽ രാഖി കെട്ടി. ഇതിനിടെ റാണി മരിയയുടെ കുടുംബം അന്നത്തെ മധ്യപ്രദേശ് ഗവർണർ ബൽറാം ഝാഖറിന് സമന്തർ സിംഗിനായി ഒരു ദയാഹർജി നൽകി. അവരുടെ അപേക്ഷ അംഗീകരിച്ചു. 2006 സിംഗ് പുറത്തിറങ്ങി. 2007 ജനുവരിയിൽ രോഗിയായ തൻ്റെ പിതാവ് പോൾ വട്ടാലിയെ സന്ദർശിക്കുവാൻ സിസ്റ്റർ സെൽമി വീട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുമ്പോൾ സമന്തർ സിംഗ് അവളെ അനുഗമിക്കുകയും മാതാപിതാക്കളോട് മാപ്പ് പറയുകയും ചെയ്തു. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടതറിഞ്ഞ് ഭാര്യയും മകനും സമന്തറിനെ ഉപേക്ഷിച്ചു പോയി. ഈ സംഭവം ജീവിതത്തോടുള്ള എൻ്റെ മനോഭാവത്തെ മാറ്റിമറിച്ചതായി സമന്തർ സിംഗ് പറയുന്നു. ഇന്ന് ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു.
ഇന്ന് സമന്തർ സാമൂഹ്യ പ്രവർത്തനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും നിരാലംബരായ കുടുംബങ്ങളിലെ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അവൻ റാണിയുടെ സ്മാരകം സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. സമന്തർ സിംഗ് അവളെ കൊന്ന അതേ സ്ഥലത്താണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. കർത്താവെ, ഈ പാപം അവനെതിരെ ചുമത്തരുതേ എന്ന വാചകം അതിൽ എഴുതി ചേർത്തിരിക്കുന്നു. സിസ്റ്റർ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളാക്കുന്ന അവസരത്തിൽ സഹോദരിയെ കുത്തിക്കൊന്നയാളെ സിസ്റ്റർ റാണിയുടെ ജ്യേഷ്ഠൻ സ്റ്റീഫൻ വട്ടാലിൽ ആലിംഗനം ചെയ്തപ്പോൾ സിംഗിൻ്റെ കവിളിലൂടെ കണ്ണുനീറൊഴുകി. നാമകരണ നടപടികൾ. റാണി മരിയോടുള്ള ബഹുമാനാർത്ഥം അവളുടെ മാതൃഇടവകയായ പുല്ലുവഴിയിൽ ഒരു മ്യൂസിയമുണ്ട്. സിസ്റ്റർ റാണി മരിയയുടെ ഭൗതികാവശിഷ്ടങ്ങൾ 2016 നവംബർ 18 ഇൻഡോറിൽ പരിശോധനയ്ക്കും പുനഃസംസ്കാരത്തിനുമായി പുറത്തെടുത്തു. 2003 സെപ്റ്റംബർ 26 ദൈവദാസി എന്ന പദവി സിസ്റ്റർ റാണി മരിയയ്ക്ക് നൽകുകയും നാമകരണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 2017 മാർച്ച് 23 ഫ്രാൻസിസ് മാർപ്പാപ്പ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ അംഗീകാരം നൽകുകയും 2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് കർദിനാൾ ആഞ്ചലോ അമാത്തോ സിസ്റ്റർ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. റാണി മരിയ നൽകുന്ന ഏറ്റവും വലിയ പാഠം. സിസ്റ്റർ റാണി മരിയയുടെ 6 സഹോദരങ്ങളിൽ ഇളയവളായ സിസ്റ്റർ സെൽമിയുടെ അഭിപ്രായത്തോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. സാധാരണക്കാർക്കായി വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് ചേച്ചി എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ക്യാൻസർ ബാധിതയായി അതിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗവിമുക്തിയാകുന്ന സമയത്താണ് ചേച്ചിയുടെ മരണവാർത്ത അറിയുന്നത്. ഇൻഡോറിൽ എത്തുമ്പോഴേക്ക് എൻ്റെ മനസ്സ് മുഴുവൻ ചേച്ചിയുടെ വാക്കുകൾ മുഴങ്ങുകയായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി മരിക്കാനും എനിക്ക് ഭയമില്ല. നമ്മളല്ലാതെ മറ്റാരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത്? എന്നോട് പലവട്ടം ഇങ്ങനെ പറഞ്ഞ ചേച്ചി അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലായിരുന്നു ജീവൻ വെടിഞ്ഞത്. ചേച്ചിക്കും കൊലയാളികളോട് ക്ഷമിക്കാനേ സാധിക്കൂ. അതാണ് ഞങ്ങൾക്കും അത്തരത്തിലൊരു വഴി കാണിച്ചു തന്നത്. ദൈവകാരുണ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജീവിച്ചും കണ്ണിൽ കനവും കരളിൽ കനലും കാലുകളിൽ അഗ്നിച്ചിറകുമായി ജീവിച്ച ജ്യേഷ്ഠ സഹോദരിയെ നിൻ്റെ അതുല്യ മാതൃകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം.